ഇനിയാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്നും കാര്യമായൊരു പണി ചോദിച്ചു വാങ്ങാൻ പോകുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ലോഞ്ച് കേന്ദ്രമായി ബംഗ്ലാദേശ് മാറുമോ എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെയുള്ള ചോദ്യം. ഇന്നത്തെ ചോദ്യം, ഇന്ത്യ എപ്പോഴാണ് ബംഗ്ലാദേശ് എന്ന ഭീകരപ്രവർത്തന കേന്ദ്രത്തിൻ്റെ അടിത്തറ ഇളക്കാൻ പോകുന്നതെന്നാണ്. അതെ, അതിനുള്ള ഉത്തരം ഉടനെ ഉണ്ടാകും. ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങളും ബ്രഹ്മോസും വീണ്ടും ഒരു മിന്നും പ്രകടനത്തിന് കോപ്പുകൂട്ടുകയാണ്, കാത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ IS ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബംഗ്ലാദേശിൽ ഇന്ത്യ ഉടൻ തന്നെ ഒരു ശുദ്ധീകരണം നടത്തും. അതിനധികം ആലോചിക്കുകയോ അധികം സമയമെടുക്കുകയോ ഒന്നുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മോസും ഇന്ത്യൻ അഗ്നി അടക്കം ഭൂതല മിസൈലുകളുമൊക്കെ ത്രസിച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ ഭീകരവേരുകൾ പിഴുതെറിയാൻ. വേണ്ടത് ന്യൂഡൽഹിയുടെ ഒരൊറ്റ പെർമിഷൻ മാത്രം. അതിനി അധികം സമയവും വേണ്ട. ബംഗ്ലാദേശ് സർക്കാർ കഴിഞ്ഞ ദിവസം അവിടുത്തെ കോടതിയെ കൊണ്ട് ഇന്ത്യയിലുള്ള മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും സഹമന്ത്രിമാർക്കും വധശിക്ഷ പ്രഖ്യാപിച്ചത് അത് ഇന്ത്യയോടുള്ള അങ്ങേയറ്റ പ്രകോപനമെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. വധശിക്ഷ പ്രഖ്യാപിച്ചതോടെ ശിക്ഷ നടപ്പാക്കാൻ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് എത്തിച്ചു കൊടുക്കണം, ബംഗ്ലാദേശിന് കൈമാറണമെന്നാണ് ബംഗ്ലാദേശിലെ സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് ബംഗ്ലാദേശ് ഭരിക്കുന്ന മുഹമ്മദ് യൂനുസിൻ്റെ ചിന്ത. അതിന് ഇന്ത്യ വഴങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതിന് കാരണമുണ്ട്. എന്താണ്? ബംഗ്ലാദേശിലെ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരെ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കാണ്. ആരാണ് ചെയ്യിപ്പിക്കുന്നത്? മറ്റാരുമല്ല, പാകിസ്ഥാൻ തന്നെ. അതവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതാണല്ലോ ISIയുടെ ബംഗ്ലാദേശ് കേന്ദ്രം ധാക്കയിൽ പാകിസ്ഥാൻ തുറന്നു വെച്ചത്. ലഷ്കർ-ഇ-തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദ് ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് ബംഗ്ലാദേശിനെ പുതിയ ലോഞ്ച് പാഡായി ഉപയോഗിക്കാൻ ഒരുങ്ങുന്നതായി നേരത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ബംഗ്ലാദേശ് മണ്ണിൽ നിന്നും IS ഭീകര പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വേഗതയും ശക്തിയും പകരുന്നതിനാണ് പാക് നാവികസേനാ മേധാവി കഴിഞ്ഞ ആഴ്ച ധാക്കയിലേക്ക് എത്തിയത്, അതും കപ്പൽ മാർഗം. ഓർക്കണം, 1971 ശേഷം ഇതാദ്യമായാണ് പത്മാഗാന്ധി ജില്ലയിലെ പ്രധാന തുറമുഖമായ ചാട്ടോഗ്രാമിൽ ഒരു പാക് കപ്പലെത്തിയത്. ഇതും ദുരൂഹമാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് കപ്പൽ മാർഗം തീവ്രവാദികളെയും ആയുധങ്ങളെയും എത്തിച്ചു കൊടുത്ത് ഇന്ത്യക്കെതിരെ പോരാടാൻ പദ്ധതി തയ്യാറാക്കുന്നു എന്ന് ലഷ്കർ-ഇ-തോയ്ബ അംഗത്തിൻ്റെ ഫോൺ സന്ദേശം ഇന്റലിജൻസ് ഏജൻസികൾ ചോർത്തിയത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ലഷ്കർ-ഇ-തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള പാക് ഭീകരർ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്കെതിരെ പുതിയ പോർമുഖം തുറക്കാൻ ശ്രമിക്കുന്നതാണ് റിപ്പോർട്ട്. ഹാഫിസ് സയ്യിദ് ഇന്ത്യയിലെ വിവിധ ആക്രമണങ്ങളുടെ മാസ്റ്റർ മൈൻഡാണെന്ന് വ്യക്തമാണ്. 2008 മുംബൈ ആക്രമണവും 2001 പാർലമെന്റിലെ ആക്രമണവും ഹാഫിസ് സയ്യിദാണ് ചെയ്തു കൂട്ടിയത്. അതിന് ഇന്ത്യ സയ്യിദിന്റെ തലയ്ക്ക് കനത്ത വിലയും ഇട്ടിട്ടുണ്ട്. പാക് മണ്ണിൽ നിന്നും ISI പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നതായി ഇതിനിടയിലാണ് ഇന്ത്യക്ക് റിപ്പോർട്ട് ലഭിച്ചത്. ലഷ്കർ-ഇ-തോയ്ബയും മറ്റ് ഭീകര സംഘടനകളും ചേർന്ന് ബംഗ്ലാദേശ് മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരെ ഏറ്റവും പുതിയ തരം ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പാകിസ്ഥാൻ ISI. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് പാക് സൈനിക മേധാവി അസീം മുനീർ നേരിട്ടും. അതുകൊണ്ടാണ് മുനീറും ഇടയ്ക്കിടയ്ക്ക് ധാക്കയിലേക്ക് സന്ദർശനം നടത്തുന്നത്. വടക്ക് കിഴക്ക് അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കരമാർഗം കടന്നു കയറാമെന്നൊരു വ്യാമോഹവും പാകിസ്ഥാനുണ്ട്. അത് മുന്നിൽ കണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നുള്ള കരഗതാഗതം നടക്കുന്ന വ്യാപാര പാതകൾ അടച്ചുപൂട്ടിയത്. ഇനിയൊരു കാര്യം ഉറപ്പാണ്, ബംഗ്ലാദേശിന് ഇനിയൊരു ചാൻസ് ഇന്ത്യ നൽകില്ല. അങ്ങനെ വന്നാൽ പഹൽഗാമിനേക്കാൾ വലുത് ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ അതിർത്തിക്ക് ഇപ്പുറത്ത് നടക്കുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഏത് നിമിഷവും ബംഗ്ലാദേശിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച് തരിപ്പണമാക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതും. ഒന്നുകൂടി വ്യക്തമായി ആലോചിച്ചാൽ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ബാലാകോട്ട് ആക്രമണത്തിൻ്റെ മറ്റൊരു പതിപ്പാകും ഇനി ബംഗ്ലാദേശിലെ ലഷ്കർ-ഇ-തോയ്ബ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്താൻ പോകുന്ന ആ കനത്ത ആക്രമണവും.